വിശ്വാസത്തിൻ പരിശോധന വിലയേറിടും കർത്തൃസവിധേ. വിശ്വാസത്തിൻ പരിശോധന വിലയേറിടും കർത്തൃസവിധേ. വിജയം നൽകിയിടുമെന്റെ ജീവനാഥൻ വില കൊടുത്തു എന്നെ വാങ്ങിയതാ. വിജയം നൽകിയിടുമെന്റെ ജീവനാഥൻ വില കൊടുത്തു എന്നെ വാങ്ങിയതാ. എന്റെ ദൈവമറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ദോഷങ്ങളാൽ എന്നെ പരീക്ഷിക്കില്ല, നന്മയ്ക്കായെല്ലാം നൽകിയിടുന്നു. ദോഷങ്ങളാൽ എന്നെ പരീക്ഷിക്കില്ല, നന്മയ്ക്കായെല്ലാം നൽകിയിടുന്നു. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കും, മൊഴികളാൽ എന്നെ തകർക്കും. ഇപ്പോൾ 10 പ്രാവശ്യവും നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു. എന്നോട് കാഠിന്യം കാണിപ്പാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. ഞാൻ തെറ്റിപ്പോയത് വാസ്തവം എന്ന് വരികിൽ എൻ്റെ തെറ്റ് എനിക്ക് തന്നെ അറിയാം. നിങ്ങൾ സാക്ഷാൽ എനിക്ക് വിരോധമായി വലിപ്പം ഭാവിച്ചെൻ്റെ അപമാനത്തെക്കുറിച്ച് എന്നെ ആക്ഷേപിക്കുന്നു എങ്കിൽ ദൈവം എന്നെ മറിച്ച് കളഞ്ഞ് തൻ്റെ വലയിൽ എന്നെ കുടുക്കിയിരിക്കുന്നു എന്നറിവിൻ. അയ്യോ, ബലാത്കാരം എന്ന് ഞാൻ നിലവിളിക്കുന്നു, കേൾപ്പോരില്ല. രക്ഷയ്ക്കായി ഞാൻ മുറയിടുന്നു, ന്യായം കിട്ടുന്നതുമില്ല. എനിക്ക് കടന്നുകൂടാതെ വണ്ണം അവൻ എൻ്റെ വഴി കെട്ടിയടച്ചു, എൻ്റെ പാതകൾ ഇരുട്ടാക്കിയിരിക്കുന്നു. എൻ്റെ തേജസ് അവൻ എൻ്റെ മേൽ നിന്ന് ഊരി എടുത്തു, എൻ്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞു. അവൻ എന്നെ ചുറ്റും ക്ഷയിപ്പിച്ച് എൻ്റെ കഥ കഴിഞ്ഞു. ഒരു വൃക്ഷത്തെ പോലെ എൻ്റെ പ്രത്യാശയെ പറിച്ചു കളഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ കോപം എൻ്റെ മേൽ ജ്വലിപ്പിച്ച് എന്നെ തനിക്ക് ശത്രുവായി എണ്ണുന്നു. അവൻ്റെ പടക്കൂട്ടങ്ങൾ ഒന്നിച്ചു വരുന്നു. അവർ എൻ്റെ നേരെ തങ്ങളുടെ വഴി നിരത്തുന്നു. എൻ്റെ കൂടാരത്തിൽ ചുറ്റും പാളയമിറങ്ങുന്നു. അവർ എൻ്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു. എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു. എൻ്റെ ബന്ധുജനം ഒഴിഞ്ഞുമാറി. എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. എൻ്റെ വീട്ടിൽ പാർക്കുന്നവരും എൻ്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു. ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു. ഞാൻ എൻ്റെ ദാസനെ വിളിച്ചു, അവൻ വിളി കേൾക്കുന്നില്ല. എൻ്റെ വായ് കൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യവും എൻ്റെ യാചന എൻ്റെ ഉടപ്പിറന്നവൾക്ക് അറപ്പും ആയിരിക്കുന്നു. പിള്ളേരും എന്നെ നിരസിക്കുന്നു. ഞാൻ എഴുന്നേറ്റാൽ അവർ എന്നെ കളിയാക്കുന്നു. എൻ്റെ സ്നേഹിതന്മാരൊക്കെ എന്നെ വെറുക്കുന്നു. എനിക്ക് പ്രിയരായവർ വിരോധികളായി തീർന്നു. എൻ്റെ അസ്ഥി ത്വക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു. പല്ലിൻ്റെ മോണയോടെ ഞാൻ ശേഷിച്ചിരിക്കുന്നു. സ്നേഹിതന്മാരെ, എന്നോട് കൃപ തോന്നണമേ. ദൈവത്തിൻ്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു. ദൈവം എന്ന പോലെ നിങ്ങളും എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? എൻ്റെ മാംസം തിന്ന് തൃപ്തി വരാത്തതെന്ത്? അയ്യോ, എൻ്റെ വാക്കുകൾ ഒന്ന് എഴുതിയെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവയെ ഇരുമ്പാണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്ക് കുത്തിവെച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായ ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എൻ്റെ സ്വന്തം കണ്ണവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. നാം എങ്ങനെ അവനെ ഉപദ്രവിക്കുമെന്നും കാര്യത്തിൻ്റെ മൂലം എന്നിൽ കാണുന്നുവെന്നും നിങ്ങൾ പറയുന്നുവെങ്കിൽ വാളിനെ പേടിപ്പീൻ.
ക്രോധം വാളിൻ്റെ ശിക്ഷയ്ക്ക് ഹേതു, ഒരു ന്യായവിധി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ശൂഹനായ ബിൽദാദിൻ്റെ രണ്ടാമത്തെ പ്രതിവാദത്തിന് ഇയ്യോബിൻ്റെ മറുപടിയാണ് ഈ 19-ാം അധ്യായം. 19-ാം അധ്യായത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വാക്യങ്ങൾ 25-26 ഞാനത് വായിക്കുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ കാണുന്നു. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഇയ്യോബിൻ്റെ പ്രത്യാശയുടെ വാക്കാണിത്. തന്നെ വീണ്ടെടുത്ത് മകനാക്കിയിരിക്കുന്ന ദൈവത്തെ ഇയ്യോബ് ഒരു നാൾ കാണും. തൻ്റെ ത്വക്ക് ക്രമേണ നശിച്ച ശേഷം ദൈവം നൽകുന്ന ആത്മശരീരത്തിലെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കണ്ട് താൻ തൃപ്തനാകുമെന്നായിരുന്നു ആ പ്രത്യാശ. ഇയ്യോബ് ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വച്ചില്ല. ദൈവം തൻ്റെ സ്വത്തിനെയും മക്കളെയും ആരോഗ്യത്തെയും തിരികെ തരുമെന്ന് താൻ വിശ്വസിച്ചുമില്ല, പ്രാർത്ഥിച്ചുമില്ല. കാരണം ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ചതാണ്. തിന്മയും സന്തോഷത്തോടെ അനുഭവിക്കണം. നന്മയായാലും തിന്മയായാലും താൻ ദൈവത്തിൽ കുറ്റം ആരോപിക്കാതെ ദൈവത്തെ സ്തുതിക്കുക മാത്രം ചെയ്യും എന്ന ദൃഢനിശ്ചയം ഇയ്യോബിനുണ്ടായിരുന്നു. ബിൽദാദ് ആവർത്തിച്ച് പറയുന്നത് ഇയ്യോബ് പാപിയായതുകൊണ്ട് ദൈവം ശിക്ഷിച്ചതാണെന്നാണ്. ഇയ്യോബ് പറയുന്നത് താൻ വീണ്ടെടുപ്പുകാരനാൽ രക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട്, താൻ ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് ദൈവം തനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നു എന്നാണ്. ഇയ്യോബ് തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ 10 പ്രാവശ്യം നിന്ദിച്ചിരിക്കുന്നു എന്നാണ് 3-ാം വാക്യം. 10 എന്നത് പൂർണ്ണസംഖ്യയാണ്, കൃത്യം 10 എന്ന അർത്ഥത്തിലല്ല. നിങ്ങൾ നിന്ദിക്കുക മാത്രം ചെയ്തിരിക്കുന്നു എന്നാണ്. ലാബാൻ 10 തവണ യാക്കോബിൻ്റെ പ്രതിഫലം മാറ്റി എന്നതിനർത്ഥം ലാബാൻ ചതിവേ ചെയ്തിട്ടുള്ളൂ എന്നാണ്. സാമ്പത്തിക നഷ്ടമോ മരണമോ രോഗമോ ഉണ്ടായതിനേക്കാൾ ഇയ്യോബിനെ വ്യസനിപ്പിച്ചത് സ്നേഹിതന്മാരുടെ നിന്ദയായിരുന്നു. സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കാനാണ് വന്നത്, പക്ഷേ അവർ ഇയ്യോബിൽ കുറ്റം ആരോപിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഇയ്യോബിനെ ഏറ്റവും നിന്ദിച്ചത്. കാരണം അവർ അവിശ്വാസികളല്ല, വിശ്വാസികളാണ്. യേശുവും ശരീരത്തിൽ അനുഭവിച്ച പീഡകൾ വലുതായി കണ്ടില്ല, എന്നാൽ നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു എന്ന് ആണ് പഴയ നിയമത്തിൽ എഴുതിയിട്ടുള്ളത്. തൻ്റെ ദാസരുൾപ്പെടെ ചാർച്ചക്കാർ തന്നെ സംശയിച്ചിരുന്നു. എന്നാൽ ഇയ്യോബ് ദൈവത്തിൽ ധൈര്യപ്പെട്ടു. അത് നല്ല ഒരു മാതൃകയാണ്. നമ്മളുടെ കഷ്ടങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലുകളിൽ ദൈവത്തിൽ ശരണപ്പെട്ട് ഞാനും ദൈവവും കൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തും എന്ന് ഉറയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.